നമസ്കാരം. IPL 2025 സീസണിന് മുന്നോടിയായുള്ള മെഗാ താര ലേലം ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായിട്ട് നടക്കാൻ പോവുകയാണ് ജിദ്ദയിൽ. ആവേശകരമായ ലേലത്തിൽ ആരൊക്കെ കോടികൾ വാരും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഋഷഭ് പന്ത്, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ജോസ് ബട്ട്ലർ, മിച്ചൽ സ്റ്റാർക്ക് തുടങ്ങി ചില സൂപ്പർ താരങ്ങൾ ഇത്തവണ ലേലത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടമാണ് ഇത്തവണ പ്രതീക്ഷിക്കപ്പെടുന്നത്. സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസും വരുന്ന സീസണിൽ ശക്തമായ തിരിച്ചുവരവാണ് ലക്ഷ്യമിടുന്നത്. രാഹുൽ ദ്രാവിഡിനെ പരിശീലകനാക്കി ഇറങ്ങുന്ന രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസണെ നായകനായി നിലനിർത്തിയിട്ടുണ്ട്. 6 താരങ്ങളെ നിലനിർത്തിയ ഏക ടീമാണ് രാജസ്ഥാൻ റോയൽസ്. ഏറ്റവും കുറവ് പണം പേഴ്സിലുള്ള ടീമും രാജസ്ഥാൻ തന്നെ. അതുകൊണ്ട് തന്നെ ഇത്തവണ സൂപ്പർ താരങ്ങളെ ടീമിൽ എത്തിക്കുക രാജസ്ഥാനെ സംബന്ധിച്ച പ്രയാസകരമായ ഒരു കാര്യം കൂടിയായിരിക്കും. കഴിഞ്ഞ ദിവസം നായകൻ സഞ്ജു സാംസൺ പരിശീലകൻ രാഹുൽ ദ്രാവിഡുമായും രാജസ്ഥാൻ ടീം മാനേജ്മെന്റുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചില താരങ്ങളെ ടീമിൽ വേണമെന്ന് നായകൻ സഞ്ജു ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. സഞ്ജു ടീമിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന 3 താരങ്ങൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ നോക്കാം. ഇംഗ്ലണ്ടിന്റെ സ്പിൻ ഓൾറൗണ്ടറാണ് ലിയാം ലിവിങ്സ്റ്റൺ. പഞ്ചാബ് കിങ്സ് താരമായിരുന്ന ലിവിങ്സ്റ്റനെ ഇത്തവണ ടീം തഴയുകയായിരുന്നു. മധ്യനിരയിൽ തകർത്തടിക്കാൻ ശേഷിയുള്ള ലിവിങ്സ്റ്റൺ ഒറ്റയ്ക്ക് മത്സരബലത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള താരം കൂടിയാണ്. അതിവേഗത്തിൽ റൺസ് ഉയർത്തുന്നതോടൊപ്പം തന്നെ സ്പിന്നർ എന്ന നിലയിലും ടീമിന് ഉപകാരിയാണ് ലിവിങ്സ്റ്റൺ. ഈ ഒരു സാഹചര്യത്തിൽ ലിവിങ്സ്റ്റൺ ടീമിലേക്ക് എത്തുന്നത് എല്ലാ ടീമിനും കരുത്ത് തന്നെയാണ്. വാശിയേറിയ പോരാട്ടം ലേലത്തിൽ ലിവിങ്സ്റ്റൺ ഉണ്ടാകും എന്ന് ഉറപ്പാണ്. നിലവിൽ ഷിംറോൺ ഹെറ്റ്മെയർ ആണ് രാജസ്ഥാന്റെ മധ്യനിരയിലെ വിശ്വസ്തൻ. ഇതോടൊപ്പം തന്നെ ലിവിങ്സ്റ്റൺ കൂടി വരുന്നതോടെ രാജസ്ഥാന്റെ കരുത്തും ഉയരും. 41 കോടി രൂപ കയ്യിലുള്ള രാജസ്ഥാൻ റോയൽസ് 7 കോടിക്കുള്ളിൽ ലിവിങ്സ്റ്റനെ സ്വന്തമാക്കാമെന്ന പ്രതീക്ഷയിലായിരിക്കും ഉണ്ടാവുക. സഞ്ജു സാംസണെ ലിവിങ്സ്റ്റനെ പോലെ ഒരു സൂപ്പർ ഫിനിഷറെ ടീമിൽ വേണ്ടത് അത്യാവശ്യമാണ് എന്ന് തന്നെ പറയാം. അവസാന സീസണുകളിലെ രാജസ്ഥാൻ റോയൽസിന്റെ കിരീട പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായത് പേസ് ഓൾറൗണ്ടറുടെ അഭാവം തന്നെയാണ്. ജേസൺ ഹോൾഡറെയാണ് അവസാനമായി ഈ റോഡിലേക്ക് രാജസ്ഥാൻ പരീക്ഷിച്ചത്. എന്നാൽ പ്രതീക്ഷിച്ച ഒരു ഇമ്പാക്ട് സൃഷ്ടിക്കാനാകാതെ താരം നിരാശപ്പെടുത്തുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ രാജസ്ഥാൻ റോയൽസിന് ഇത്തവണ മികച്ചൊരു പേസ് ഓൾറൗണ്ടറെ അത്യാവശ്യമാണ്. മാർക്കസ് സ്റ്റോയിൻസിനെയാണ് രാജസ്ഥാൻ നോട്ടമിടുന്നത്. ലക്നോ സൂപ്പർ ജയൻസ് ഒഴിവാക്കിയ ഓസീസ് ഓൾറൗണ്ടർ 2 കോടി രൂപ അടിസ്ഥാന വിലയിലായിരിക്കും ലേലത്തിലേക്ക് എത്തുന്നത്. ഇത്തവണ എല്ലാവരും നോട്ടമിടുന്ന പ്രധാന ഓൾറൗണ്ടർമാരിൽ ഒരാൾ കൂടിയാണ് സ്റ്റോയിൻസ്. ലിയാം ലിവിങ്സ്റ്റനെ കിട്ടാത്ത പക്ഷം മാർക്കസ് സ്റ്റോയിൻസിലേക്കായിരിക്കും രാജസ്ഥാൻ നോട്ടമെടുക്കുക. ഈ 2 പേരിൽ ഒരാളെ ഫിനിഷർ റോളിൽ രാജസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. മുംബൈ ഇന്ത്യൻസ് ഒഴിവാക്കിയ കേരള താരമാണ് വിഷ്ണു വിനോദ്. മുംബൈ കളിക്കാൻ അവസരം നൽകിയപ്പോൾ ഭേദപ്പെട്ട പ്രകടനം നടത്താൻ വിഷ്ണുവിന് സാധിച്ചിരുന്നു. രാജസ്ഥാൻ ബാറ്റിംഗ് നിരയിലേക്ക് വിഷ്ണുവിനെ പരിഗണിച്ചേക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് വിഷ്ണു വിനോദ്. എന്നാൽ രാജസ്ഥാനിൽ സഞ്ജുവിനൊപ്പം ധ്രുവ് ജുറേലിനെയും വിക്കറ്റ് കീപ്പറായി നിലനിർത്തിയിട്ടുണ്ട്. വിഷ്ണുവിനെ ടോപ്പ് ഓർഡറിൽ വെടിക്കെട്ട് ബാറ്ററായി പരിഗണിക്കാനായിരിക്കും സാധ്യത കൂടുതൽ. സഞ്ജു സാംസണുമായി അടുത്ത ബന്ധം വിഷ്ണുവിനുണ്ട്. സമീപകാലത്തെ വിഷ്ണുവിന്റെ പ്രകടനങ്ങളും വളരെ മികച്ചത് തന്നെയാണ്.